5 കോടി രൂപ കയ്യിലുണ്ടോ? ഒരു വിമാനം വാങ്ങാം. ചെറിയ വിമാനമൊന്നുമല്ല, ബോയിങ് വിമാനം. ബോയിങ് 737-900 ഈ വിമാനമാണ് 5 കോടി രൂപ. 5 കോടിയും വേണ്ടെന്നേ, 4,93,00,000 രൂപയുടെ കിട്ടും. അത് വിമാനം മാത്രമല്ല, അതിൻ്റെ റീയൂസബിൾ പാർട്സ്, ടൂളിങ്, കാറ്ററിംഗ് ഉപകരണങ്ങൾ, പിന്നെ ക്രൂവിൻ്റെ യൂണിഫോം, പിന്നെ അതിലെ ആളുകൾക്ക് സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഓഡി A6 കാർ ഉൾപ്പെടെ കിട്ടും. കളിയാക്കുകയാണെന്ന് ചോദിക്കുകയാണ്. അല്ല, സത്യമാണ്. നമ്മുടെ നാട്ടിലെ ഒരു വലിയ സ്വപ്ന വിമാന പദ്ധതിയായിരുന്ന ജെറ്റ് എയർവേസിൻ്റെ വിമാനം ലേലത്തിന് വെച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് 124 വിമാനം വരെ ഉണ്ടായിരുന്നു ജെറ്റ് എയർവേസിന്. ലോകോത്തരമായ പ്രശസ്തമായ സർവീസായിരുന്നു, യുവത്വപൂർണമായ ഫ്ലീറ്റായിരുന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും, മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയ്ക്കും ഒക്കെ പറന്ന, അവിടങ്ങളിലെ രാജ്യങ്ങളിലേക്കൊക്കെ പറന്ന ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിരുന്നു ജെറ്റ് എയർവേസ്. നരേഷ് ഗോയൽ 1993 തുടങ്ങിയ ജെറ്റ് എയർവേസ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് യാത്രികരുടെ പ്രിയപ്പെട്ട വിമാന കമ്പനിയായിട്ട് മാറിയത്. പക്ഷേ കമ്പനി പൊട്ടിപ്പോയി എന്ന് മാത്രമല്ല, കമ്പനിക്കിപ്പോൾ 15,723 കോടി രൂപയുടെ അഡ്മിറ്റഡ് ക്ലെയിംസ് ഉണ്ട്, ബാധ്യതകളുണ്ട്. അതിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രം 7,807 കോടി രൂപ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കമ്പനി ഇപ്പോൾ ലിക്വിഡേഷനിലായ കമ്പനി അവരുടെ വിമാനങ്ങൾ വിൽക്കുകയാണ്. ഇതാദ്യമായിട്ടല്ല, നേരത്തെ ഈ വർഷം ഫെബ്രുവരിയിൽ മാൾട്ട എന്ന് പറയുന്ന രാജ്യത്തെ എയ്സ് ഏവിയേഷൻസ് എന്ന് പറയുന്ന കമ്പനി 3 വിമാനങ്ങൾ, 3 ബോയിങ് 777 777 വിമാനങ്ങൾ $46 മില്യൺ വാങ്ങിയിരുന്നു. പിന്നീട് കുറച്ച് വിമാനം വാങ്ങി. ആകെ മാൾട്ട കമ്പനി 107 മില്യൺ രൂപ ചിലവാക്കി വിമാനങ്ങൾ വാങ്ങിയിരുന്നു. ഇപ്പോൾ മുംബൈ, ദില്ലി, ഹൈദരാബാദ് തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന 3 വിമാനങ്ങളാണ് വിൽക്കുന്നത്. അതായത് ഈ വിമാനങ്ങൾ, 3 വിമാനങ്ങൾ എന്ന് പറയുന്നത് ബോയിങ് 737-800 2 പിന്നെയുള്ള 737-900 ഒരെണ്ണം. ഇതിൽ 737-800 വിമാനങ്ങൾ ഒരെണ്ണത്തിന് വിലയിട്ടിരിക്കുന്നത് 90 കോടി 2 ലക്ഷം രൂപ, മറ്റൊന്നിന് 70 കോടി 64 ലക്ഷം രൂപയാണ്. 737-900 എന്ന് പറയുന്ന വിമാനത്തിനാണ് നേരത്തെ പറയുന്നത് പോലെ 5 കോടി രൂപ വിലയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ, ഈ 5 കോടിക്ക് എന്താ പറ്റി? മറ്റൊന്നിനൊക്കെ 90 കോടി 70 കോടി, ഇതിന് 5 കോടി എന്ന് പറയുമ്പോൾ വിമാനത്തിന് എഞ്ചിനൊന്നും ഇല്ലേ? വിമാനമൊന്നും പേര് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ സംശയിക്കും. അതല്ല, എല്ലാം ഉണ്ട്. വിമാനം തന്നെയാണ്, പറക്കുന്ന വിമാനമാണ്, പറന്നുകൊണ്ടിരുന്നതാണ്. 7 വർഷമായിട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഗ്രീസൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്താൽ മതിയായിരിക്കും. പക്ഷേ അതിന് പറയുന്നത്, ഒന്ന് റൈറ്റ് എഞ്ചിനാണ്, ആക്സിലറി പവർ യൂണിറ്റ് ഇല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ വിമാനത്തിന് ഇത്ര വില കുറച്ച് വെച്ചിരിക്കുന്നത്. വിമാനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി പറപ്പിക്കാവുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്സ് ആവശ്യമുള്ളവർക്കൊക്കെ ഇത് ലേലത്തിൽ പങ്കെടുത്ത് ലേലം വിളിച്ചെടുക്കാം. അപ്പോൾ ഏതായാലും ലേലം ഇന്ന് നടക്കും. ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മൾ പറയുന്ന പോലെ ഇത് ആരെങ്കിലും വാങ്ങാൻ വരുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, വാങ്ങാനൊക്കെ ആൾ വരും. ഇപ്പം 5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കോടിയുടെയും 3 കോടിയുടെയും കാറ് വാങ്ങുന്ന മലയാളികളുണ്ട്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പോയി ലേലത്തിൽ പങ്കെടുക്കാം എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, വിമാനം അങ്ങനെ വിൽക്കുകയാണ്. വലിയ സങ്കടമുണ്ട് കേട്ടോ. നമുക്ക് ജെറ്റിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, നല്ല സർവീസായിരുന്നു. എൻ്റെ പ്രേക്ഷകരിൽ ഒരുപാട് പേരും അതിൽ ജെറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടാവാം. ആ വിമാന കമ്പനി തകർന്നു പോയി. നമ്മൾ കിങ്ഫിഷർ തകർന്നു പോയി. കിങ്ഫിഷർ ചെറിയ വിമാനങ്ങളാണ് പറപ്പിച്ചിരുന്നത്. നല്ല വിമാന കമ്പനിയായിരുന്നു, സുഖകരമായ യാത്രയായിരുന്നു. പക്ഷേ അതറിയാമല്ലോ, വിജയ് മല്യ അവസാനം നാട് വിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ കിങ്ഫിഷർ തകർന്നു പോയി. പക്ഷേ ജെറ്റ് തകരുമെന്ന് ആരും കരുതിയില്ല. ജെറ്റ് തകരാനുള്ള കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. ജെറ്റിൻ്റെ ഈ 3 വിമാനങ്ങൾ കൂടെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എയർബസ് 330 ഒരു 3 കൂടെയുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ജെറ്റിൻ്റെ എല്ലാ വിമാനങ്ങളുടെയും കഥ കഴിയുകയാണ്. ജെറ്റ് എയർവേസ് എന്ന് പറയുന്ന കമ്പനി ഓർമ്മ മാത്രമായി മാറുന്നു. ഭൂമിയിൽ അവരുടെ ശേഷിപ്പുകൾ ഒന്നുമില്ല. അവരുടെ വിമാനങ്ങളെല്ലാം ആളുകൾ ലേലത്തിൽ പിടിച്ച് പൊളിച്ചെടുക്കുകയോ പേരുമാറ്റി ഉപയോഗിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ജെറ്റ് എയർവേസ് തകർന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു കമ്പനി തുടങ്ങി, അതൊന്ന് പച്ച പിടിക്കുമ്പോഴേ വലിയ മോഹമാണ്, നമുക്ക് വേറെ തുടങ്ങണം, നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം, നമുക്ക് വികസിക്കണം എന്നെല്ലാവരും കരുതും.
അത് നമ്മൾ ഇന്ത്യ ലൈവ് തുടങ്ങുന്ന നമുക്കും തോന്നും, ഇന്ത്യ ലൈവ് തുടങ്ങിയല്ലോ, ഇനി നമുക്ക് കുറച്ചുകൂടെ വലുതാവണം, നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഓഫീസൊക്കെ വേണം എന്ന് നമ്മൾ ആലോചിക്കും. സ്വാഭാവികമാണ്, വളർച്ച സ്വാഭാവികമാണ്. അതുപോലെ ജെറ്റ് എയർവേസ് തുടങ്ങിയ നരേഷ് ഗോയലിനും തോന്നി കമ്പനി വലുതാക്കണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു വിമാന കമ്പനി എങ്ങ് വാങ്ങിച്ചു. സഹാറ എയർലൈൻ, എയർ സഹാറയെ വാങ്ങി. 1450 കോടി കൊടുത്ത് എയർ സഹാറയെ വാങ്ങിയിട്ട് പുതിയൊരു കമ്പനി തുടങ്ങി, ജെറ്റ് ലൈറ്റ്. പക്ഷേ ജെറ്റ് ലൈറ്റ് വലിയ നഷ്ടത്തിലാണ് കലാശിച്ചത്. അതുകൂടാതെ ഈ നഷ്ടം ഉണ്ടായ സമയത്ത് ഇവരെന്ത് ചെയ്തു, വേറെ കുറേ വിമാനങ്ങൾ, ബോയിങ് 777, എയർബസ് 330 ഇപ്പോൾ വിൽക്കാൻ ബാക്കിയുള്ള 3 ഉൾപ്പെടെയുള്ള എയർബസ് 330 ഉൾപ്പെടെയുള്ള വൈഡ് ബോഡി ഫ്ലൈറ്റ്സ് വാങ്ങി. പക്ഷേ അത് ഓർഡർ ചെയ്തതോടെ വല്ലാത്ത തരത്തിലുള്ള ക്യാഷ് ഫ്ലോ ഇല്ലാണ്ടായി, പണം കയ്യിലില്ലാണ്ടായി. അതിനിടയ്ക്ക് ഇങ്ങനെ ഈ സഹാറ വാങ്ങി, വൈഡ് ബോഡി ഫ്ലൈറ്റ്സ് കൂടെ വാങ്ങി, സാമ്പത്തികമായി കമ്പനി ഒന്ന് മുടന്താൻ തുടങ്ങിയ സമയത്ത് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ വിമാന കമ്പനികൾ വിമാന നിരക്ക് കുറച്ച് വലിയ മത്സരവുമായിട്ട് വന്നു. ലോ കോസ്റ്റ് ഫ്ലൈറ്റ്, ലോ കോസ്റ്റ് കാരിയേഴ്സ് വന്നപ്പോൾ മാർക്കറ്റ് ഷെയർ വല്ലാതെ ജെറ്റിന് കുറഞ്ഞു, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം അവർ കൊടുക്കുന്ന പോലെ കുറഞ്ഞ നിരക്കിൽ പറക്കാൻ, യാത്രികരുമായിട്ട് പോകാൻ ജെറ്റിന് കഴിയാതെ വന്നു. കാരണം ക്യാഷ് ഫ്ലോ ഇല്ല, വലിയ സാമ്പത്തിക ബാധ്യത വന്നു. അപ്പോൾ സ്വാഭാവികമായും മാർക്കറ്റ് ഷെയർ വാല്യൂ കുറഞ്ഞതോടുകൂടി കമ്പനി പ്രതിസന്ധിയിലായി. അതോടൊപ്പം രൂപയുടെ തകർച്ച, ഇന്ധനവില കൂടിയത്, 8500 കോടി രൂപയുടെ കടബാധ്യത, അതിൻ്റെ പലിശ. അങ്ങനെ ആയപ്പോൾ 2018-19 ആയപ്പോഴത്തേക്ക് ഇവരുടെ പക്കൽ ഏതാണ്ട് 100ഓളം വിമാനങ്ങൾ ലീസിനെടുത്തുണ്ടായിരുന്നു, പാട്ടത്തിനെടുത്ത വിമാനങ്ങളുണ്ടായിരുന്നു. പാട്ടത്തുക അടയ്ക്കാൻ കഴിയാതെ വന്നു. പാട്ടത്തിന് വിമാനം കൊടുത്ത കമ്പനികൾ വിമാനങ്ങൾ തിരിച്ചെടുത്തു, ശമ്പളം മുടങ്ങി. ഒരു കമ്പനി തലകുത്തി വീഴുന്നത് അങ്ങനെയാണ്. നോക്കൂ, ഒരു മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്നൊരു കമ്പനി അത് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നു, നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നു. പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റിന് വളരെ പെട്ടെന്ന് ഞങ്ങൾ ലോകത്തിലെ വലിയൊരു വിമാന കമ്പനിയായി മാറണം എന്ന് കരുതിയിട്ട് വേറെ വിമാനങ്ങൾ വാങ്ങുന്നു, വിമാന കമ്പനികളെ ടേക്ക് ഓവർ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ സംഭവിച്ച ഒരു ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ അഭാവം കൊണ്ടാണ് ഈ വിമാന കമ്പനി തകർന്നു വീണത്. 2018 നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 124 വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ലീസ് ആയിട്ടെടുത്തിരുന്ന വിമാനങ്ങൾ പോയതോടെ അത് 28 എണ്ണമായി. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആഭ്യന്തര സർവീസുകളും വിദേശ സർവീസുകളും ഉൾപ്പെടെ ഒരു ദിവസം 1000 റൂട്ടുകളിലേക്ക്, ആലോചിച്ച് നോക്കൂ, 1000 റൂട്ടുകളിലേക്ക് വരെ സർവീസ് നടത്തിയിരുന്ന കമ്പനിയായിരുന്നു ജെറ്റ് എയർവേസ്. ആ ജെറ്റ് എയർവേസിൻ്റെ വിമാനമാണ് ഇപ്പോൾ ലേലത്തിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരെ തുടങ്ങിയ ഒരു കമ്പനി അത് ഇങ്ങനെ തകർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സങ്കടം ഉണ്ടാകും. നമ്മുടെ ഭാരതീയരായ ചില ആളുകൾക്ക് സംഭവിക്കുന്ന ആരംഭശൂരത്വം, അമിതാവേശം, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ജെറ്റ് എയർവേസ് തകർന്നത്. അല്ലാതെ വലിയ അഴിമതിയോ വ്യയമോ ദുർച്ചലവോ ഉടമസ്ഥരുടെ അവിഹിതമായ സഞ്ചാരമോ ഒന്നും കൊണ്ടല്ല. അവർ വളരാൻ ആഗ്രഹിച്ച് സ്വാഭാവികമായും അതിൻ്റെ ജെറ്റ് എയർവേസിൻ്റെ ശരീരത്തിന് താങ്ങാവുന്നതിനേക്കാൾ വലിയ ഭാരമെടുത്തു വെച്ചു. സഹാറയെ വാങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നിലവിലുള്ള ബാധ്യതകളൊക്കെ തീർന്ന് റെഡിയായിട്ട് പുതിയ വിമാനങ്ങൾ വാങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരു വിമാന കമ്പനി കൂടെ ഇല്ലാതാവുന്നു. കിങ്ഫിഷർ ഇല്ലാണ്ടായി, ഇപ്പോൾ ജെറ്റ് എയർവേസ് ഇല്ലാതാവുന്നു. ഇപ്പോൾ നോക്കൂ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വിമാനത്താവളങ്ങളുടെ എണ്ണം കൂടുന്നു. ഉഡാൻ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതോടുകൂടി കൂടുതൽ ആളുകൾ വിമാനത്തിൽ പറക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. ജെറ്റ് ഇന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വലിയ ലാഭകരമായി പ്രവർത്തിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കമ്പനി ഇല്ലാണ്ടായി. ഇതാണ് നമ്മൾ ഏത് ബിസിനസ് ആരംഭിക്കുമ്പോഴും നമ്മൾ വളർച്ച സ്വാഭാവികമായിരിക്കണം. അസ്വാഭാവികമായി ശരീരത്തിലെ കോശങ്ങൾ വളരുന്നതിന് നമ്മൾ ക്യാൻസർ എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ആ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തെ ആകെ ബാധിച്ച് നമ്മളെ മരണത്തിലേക്ക് നയിക്കും. അതുപോലെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴും അത് സ്വാഭാവികമായി വളരണം. അസ്വാഭാവികമായി വളർത്താൻ ശ്രമിച്ചാൽ അത് അതിൻ്റെ സിസ്റ്റത്തെ ആകെ തകർത്ത് അത് കൊളാപ്സ് ചെയ്യും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജെറ്റ് എയർവേസിൻ്റെ ഈ ദയനീയമായ അന്ത്യം. വലിയ സങ്കടമുള്ള കാര്യമാണ്. നമ്മുടെ സ്വന്തം ഒരു വിമാന കമ്പനി ആയിരുന്നല്ലോ. ഇപ്പോഴും ആകാശ പോലെയുള്ള വിമാന കമ്പനികളൊക്കെ ഭാരതീയമായ കമ്പനിയാണ്.
പക്ഷേ എന്നാലും ജെറ്റ് ഇല്ലാതാവുന്നു എന്നതൊരു സങ്കടകരമാണ്. കാരണം ഏത് വിമാനത്താവളത്തിൽ ചെന്നാലും ജെറ്റിൻ്റെ വിമാനങ്ങൾ കിടക്കുമ്പോൾ. കാരണം ജെറ്റ് എന്നാണല്ലോ നമ്മൾ പണ്ട് മുതലേ ജെറ്റ് വിമാനം എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ പേരുള്ള വിമാന കമ്പനി വരുമ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് കേട്ട ജെറ്റ് പോയി എന്നൊക്കെ പറയുന്ന ആ ഫീലോട് കൂടി അതിൽ ഞാൻ കയറി സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ സ്ഥാപനം അതിൻ്റെ അവസാനത്തെ ശേഷിപ്പുകൾ പോലും വിറ്റൊഴിഞ്ഞ് അതിൻ്റെ കടം വീട്ടാനുള്ള ശ്രമത്തിലാണ് എന്ന് പറയുന്നു. ഇപ്പോൾ നരേഷ് ഗോയലൊക്കെ എവിടെയാണ് എന്നറിയില്ല. നമുക്ക് അന്വേഷിക്കാം. അതേക്കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു ഫോളോ അപ്പ് സ്റ്റോറേജ് പിന്നീട് ചെയ്യാവുന്നതാണ്. ഏതായാലും നമുക്ക് സങ്കടത്തോടെ കേൾക്കാൻ മാത്രം കഴിയുന്നൊരു വാർത്തയാണ്. അതും നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത്. മാത്രമല്ല സംരംഭകരായിട്ട് നിൽക്കുന്ന ആളുകൾ ഓർക്കേണ്ടുന്ന ഒരു പാഠം കൂടി ജെറ്റിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ സ്വാഭാവികമായ വളർച്ചയാണ് ഉണ്ടാവേണ്ടത്. അനിയന്ത്രിതമായ വളർച്ച ക്യാൻസറാണ്. അത് നമ്മളെ കൊല്ലും. നമുക്ക് താങ്ങാനാവാത്ത ഭാരം ഒരിക്കലും എടുത്തു വെക്കരുത് എന്ന് ഒരിക്കൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ് ജെറ്റിൻ്റെ ഈ ചരമഗീതം. അപ്പോൾ ഇന്ന് ആ ലേലം നടക്കും. ആ ലേലം നടന്നിട്ട് ഏതെല്ലാം കമ്പനികളാണ് ലേലത്തിൽ വിജയിച്ചിരുന്നത്, എത്ര രൂപയ്ക്ക് വിമാനങ്ങൾ വാങ്ങി എന്നുള്ള വിവരം കിട്ടുന്ന മുറയ്ക്ക് അതും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റ് ചാനലുകൾ പറയാത്ത വാർത്തകളാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ കാണാത്ത ആളുകളിലേക്ക് ഈ വാർത്ത എത്തിക്കണം. ഒപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതുകൂടി ചെയ്യണേ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇത്തരം വാർത്തകൾ എത്തിക്കാൻ കഴിയൂ.